ഹേ ഗായ്സ്, അങ്ങനെ അമ്പൂട്ടനും പനി ആയിരിക്കുകയാണ്. എടേ എന്താണ് എല്ലാ വീട്ടിലും കാണും. ഞാനാണ് ഗായ്സ് എപ്പോഴും ഇവിടെ പനി കൊണ്ടുവരണം. അത് പണ്ട് തൊട്ട് ഇപ്പൊ വരയ്ക്കും അതൊരു മാറ്റമില്ല. എനിക്കായിരിക്കും ആദ്യം പനി വരുന്നത്. എനിക്ക് വന്ന് അങ്ങനല്ലടാ, അങ്ങനെ പറയല്ലേ, സങ്കടം അല്ലേ. എവിടുന്നെങ്കിലും നമ്മൾ പനി എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് ഭദ്രമായിട്ട് ഏൽപ്പിക്കും. അയ്യോ ഇനി പൊന്നു കായ്സ്, ഇന്നലത്തെ ഒരു ദിവസം ചെറുക്ക ഏറിൽ നിർത്തി എന്ന് പറയാം. നമ്മളെ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ പേരെന്തുവാ, കോസ്മോയിലെ പിന്നെ കാഷ്വാലിറ്റി അവൻ തിരിച്ചു വെച്ച് സത്യം പറഞ്ഞ ലാസ്റ്റ് ബാക്കി എല്ലാ പേഷ്യൻസ് ഉണ്ടല്ലോ, എത്രയായാലും ഇവ കിടന്ന് അലറുമ്പം ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ലാസ്റ്റ് അവര് നമുക്കൊരു ചെറിയ റൂമല്ല കർട്ടനൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് തന്ന്. അവരെ കാണുമ്പോ കരച്ചില്ല. എന്നാ ഇവര് ഇഞ്ചക്ഷൻ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ആ ഓക്സിജൻ കാലയെ വെച്ച് നോക്കുന്ന ഓക്സിജനും നോക്കി പിന്നെ ആദ്യം പിടിക്കുന്നതേ ഉള്ളൂ. അതവന് പറ്റത്തില്ല, അവന്റെ അടുത്ത് വരരുത്. എന്തുവാന്നല്ലേ ഇന്നലെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ കേട്ടോ. രാവിലെ പോയിട്ട് നമ്മൾ ഏതാണ്ട് 6 മണി 7 മണിക്കാണ്. ഏട്ടൻ്റെ അടുത്ത് ദേഷ്യം വന്ന് ആരംഭത്തില്ല, ഒരു ഡോളോ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല. വെച്ചിരുന്ന് പനിയാക്കി എവിടെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഇന്നലെ. പാവം ഞാൻ എന്ത് ചെയ്ത് പനി വന്നു. ആരംഭത്തിലെ കുഞ്ഞുണ്ട് വരുമെന്ന് അറിയാം. ആരംഭത്തില് നമ്മള് ചെറിയൊരു ഡോളോ ആദ്യം വല്ലതും തിന്നാലും ഡോക്ടർ ഒരിക്കലും അങ്ങനെ ആരംഭത്തിലെ കഴിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു ഡോക്ടേഴ്സും. ഞാൻ ഇന്നലെ അന്ന് പോയി ഇഞ്ചക്ഷൻ എടുത്ത് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ. ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ വന്ന് എനിക്ക് പിറ്റേന്നായപ്പോ കുറച്ചും കുറഞ്ഞ്, പക്ഷെ അതിന്റെ പിറ്റേന്നായപ്പോ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് നോർമലായി. ഫുൾ അമ്പൂട്ടനെ. ഒരാൾക്ക് വരുമ്പോ ഒരാൾക്ക് കുറയുമെന്ന് പറയുന്നത്. രാത്രി അതുപോലെ 2-3 ദിവസം രാത്രി ഉറക്കിയില്ലേ, എന്തുവാ മൂക്കടഞ്ഞിട്ട് കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവ ഉറക്കുന്നുമില്ല, കരച്ചില് ചുമ. ഇപ്പൊ ചുണ്ടാനായി, ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇന്ന് എങ്ങനെ മരുന്ന് കൊടുക്കുന്ന അറിയോ, കാലയില് കയ്യില് ഏട്ടൻ പിടിക്കും, ഞാൻ തലയില് പിടിച്ചു. പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്നത് നമുക്കൊരു വർക്കൗട്ടാ. ഈ പിള്ളേർക്ക് കരയുമ്പോ മരുന്ന് കൊടുക്കരുതെന്ന് പറയും. ചുമച്ച് മണ്ടയ്ക്ക് ഏറ്റവും അപകടമെന്ന് പറയും. പക്ഷെ കരയുമ്പോഴേ കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ വേറെ മരുന്ന്. അതും ഈ സിസ്റ്റർമാരെയും അവരുടെ ആ ഒരു ആംബിയൻസും കാണുമ്പോ കുറച്ചും കൂടി ഭയങ്കര നിർബന്ധം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർക്ക് ഒരു സംശയം, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. നമ്മൾ പറഞ്ഞ അല്ല, നിങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാവും. എന്തുവായാലും എനിക്ക് ഇന്നലത്തെ ദിവസം കായ്സ് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ചെരുപ്പ് മൃദുലയ്ക്ക് പനി വന്നില്ല ഇല്ലേ? അല്ല നിനക്ക് മാത്രം വന്നില്ലെന്ന് പറഞ്ഞതാ. ആട്ട് സൂപ്പ് അല്ലേ? എന്തോ ഈ കാര്യം പറയുന്നേ. ഒരു പല്ലിഞ്ഞ് താഴെ വന്ന് തട്ടി, എന്നിട്ട് ഒരെണ്ണം എത്തിയിട്ടില്ല ഇതിലോട്ട്. കണ്ട അത് അവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അത് പുറപ്പെട്ടു. പല്ലടയാ എന്തുവാ? ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു പായൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങള്, താക്കോല്, പൈസ, ബുക്ക്, ഫോണ്, റിമോട്ട്, കത്തി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിരത്തി വെക്കും. അതായത് ബുക്ക് എല്ലാം കാണും. കുഞ്ഞിന് ആദ്യം എന്താണ് ഇൻട്രസ്റ്റ്, ചുമ്മാതാന്ന് എനിക്ക് അറിയത്തില്ല. വലുതാകുമ്പോ കുഞ്ഞിന് എന്താവണം എന്നുള്ളത് കുഞ്ഞോ, എന്നിട്ട് അവനെ ദൂരെ ഇരിക്കും. ശരി, അവ ഓടി വന്ന് ആദ്യം എന്താ എടുക്കുന്നു, അങ്ങനെ 2-3 റൗണ്ട്സ് നടക്കും. ആദ്യം എടുക്കുന്ന സാധനം മാറ്റി വെക്കും. ആദ്യം ചില പിള്ളേർ ബുക്ക് എടുക്കും, ചില പിള്ളേർ ഫോൺ എടുക്കും. ഇന്ന് ഒരു 2 കിലോ അരി അടിച്ച് തറയിട്ട് മൊത്തം കിച്ചണിൽ കെട്ടി വെച്ചിരിക്കുന്ന അരി അടിച്ച് തറയിട്ട്. ഇന്ന് മൃദുലയ്ക്ക് ഇന്ന് അരി നുള്ളിപ്പുറക്കായിരുന്നു ജോലി ഉച്ചവരെ. പനിയാണെങ്കിലും നമുക്ക് ഇതിനൊന്നും ഒരു കുറവുമില്ല. നമ്മള് മെനങ്ങാന്ന് വീട്ടില് വന്നപ്പം നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സും ഒരു ലെറ്ററും കിടക്കുന്നില്ലേ? കണ്ടില്ല. അമ്പുവിന് എന്തെങ്കിലും ആയിരിക്കും. ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ലെറ്റർ എന്തോന്ന് ആദ്യം വായിക്ക്. ഹായ് പ്രവീൺ മൃദുല, അമ്പൂട്ട, ലവ് യു. വലിയൊരു ഫാനാണ്. ഞങ്ങൾ ഇതും കൂട്ടി 2ാം തവണയാണ് വരുന്നത്. രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ അന്നൊരു ഡയറി മിൽക്ക് പോയി, ഞാൻ പറഞ്ഞില്ലേ അവിടെ വെളി കിടന്നത്. നമ്മള് ഇവിടെ പോയിട്ട് വന്നപ്പോ ഈ മാസം 3-ാം തീയതിയാണ് ആദ്യമായി വന്നത്. അപ്പോൾ നിങ്ങൾ ഇല്ലായിരുന്നു. ഒന്ന് കാണാനാണ് വന്നത്. എന്റെ 3 മക്കളും അമ്പൂട്ടന്റെ വലിയൊരു ഫാനാണ്. നിങ്ങളുടെ ഒരു വീഡിയോ പോലും മിസ്സാക്കില്ല. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിരുന്നു, പക്ഷെ റിപ്ലൈ തന്നില്ല. ഞങ്ങൾ വന്നതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയുമോ പ്ലീസ്? മക്കളുടെ ഒരു ആഗ്രഹമാണ്. അവരുടെ പേര് സന, സാത്യ, സഫ്ന. ലവ് യു. അപ്പം സന, സാഫിയ, സത്യ
താങ്ക് യു സോ മച്ച്. സന, സാദിയ, സഫ്ന. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മളിക്കുന്ന അവരെ ആദ്യം വന്നപ്പോൾ നമ്മൾ വാഗമണ്ണായിരുന്നു. പിന്നെ വന്നപ്പോൾ നമ്മൾ പുറത്തു പോയിരുന്നു. എന്തായാലും വീട്ടിലില്ലായിരുന്നു. നമുക്ക് പൊട്ടിക്കാം. അവർ കൊണ്ടുവന്നാണ് ഈ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് കേട്ടോ. രണ്ടുകൂടെ വന്നിട്ട് കാണാൻ പറ്റില്ലല്ലേ? നിനക്കുള്ളതാണോ അമ്പു? അമ്പൂട്ടിനുള്ളതാണോ? അടി ഇപ്പൊ അതിലൊന്നും പിടിക്കണ്ട. അമ്പുവിന് ഡ്രസ്സ്, അമ്പുവിന് പുതിയ ഡ്രസ്സ്. അയ്യോ നമുക്ക് പൊതി മതി. ഇനി എന്താ വേണം? ഇവനിക്ക് റെഡ് അല്ലേലും ക്യൂട്ടാ. സെറ്റ് സാധനം ഇല്ലേ? നോക്ക് 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 കാണിക്ക്. ഇല്ല. അയ്യേ ഇതൊക്കെ പേടിയാണാടി. ഇല്ല 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 അയ്യോ ഇല്ല 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 പേടി ഇല്ല 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 പോയി പോയി പോയി. അയ്യോ മാറ്റാൻ കഴിച്ചു. മാറ്റാൻ മാറ്റിയല്ല അച്ഛൻ മാറ്റി 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 മാറ്റി. എടാ നാണം കെടുത്തു എന്നെ, നാണം കെടുത്തു നീ. ഇത് മൃദുലയുടെ ഡ്രൈവിംഗ് മാഷ് ഇവിടുന്ന് പോയേട്ടോ. മൃദുലയായിരുന്നു ലാസ്റ്റ് സ്റ്റുഡന്റ്. എന്നെ പഠിപ്പിച്ച് നിർത്തിയതോടുകൂടി പോയി. അവര് വന്നപ്പോ അമ്പൂന് കൊണ്ടുവന്നതാണേ ഡ്രൈവിംഗ് മാഷ്. ഈ കളർ അടിപൊളിയായിരിക്കും അവന്. ഒന്നാമത് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ലിലിന്റെ കണക്കത്തെ ഒരു കളർ. അതൊരു പ്രീമിയം ടച്ച് കളറാണ്. നല്ല മെറ്റീരിയല്. അമ്പൂന് ചേരുകയും ചെയ്യും. അമ്പൂന് സത്യത്തിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നില്ലല്ലേ? നമ്മൾക്ക് ബർത്ത്ഡേക്ക് അവന് കുറെ ഡ്രസ്സ് കിട്ടി. അത് കഴിഞ്ഞപ്പം പിന്നെ അവരിങ്ങനെ കാണാൻ വരുന്നവരൊക്കെ ഓരോരുത്തര് ഡ്രസ്സ് ഇങ്ങനെ കൊണ്ടു കൊടുക്കും. നമ്മൾ ഈ ഇടയ്ക്ക് അങ്ങനെ വളരെ ഡ്രസ്സ് വാങ്ങിച്ചില്ലെന്ന് തന്നെ പറയാ അല്ലേ? വാങ്ങിക്കില്ല ഇപ്പം. താങ്ക് യു. ടെസ്റ്റിന് ഇനി നാളെ ഒരു ദിവസം കൂടി ഉള്ളു ടെസ്റ്റിന്. ഏയ് പേടി. പിന്നെ മൃദുല എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നേ വരെ പങ്കെടുത്ത ഒരു പരീക്ഷയിലോ ടെസ്റ്റിലോ ഞാൻ ഫെയിൽ ആയിട്ടില്ല. കോൺഫിഡൻസ് ആയിട്ട് പറയാ. ഞാൻ ഇന്നേ വരെ ഞാൻ ഒന്നിനും ഫെയിൽ ആയിട്ടില്ല. സാധനം കൊറേ ദിവസമായിട്ട് ഓണാക്കിയിട്ട് ഓണായി. പനിയായതിനു ശേഷം നമ്മൾ ഇന്നാണ് കേസ് ഓടുന്നത്. ഒരാഴ്ചയായി കേട്ടോ. ലക്ഷ്യം ഇന്ന് കുറച്ചധികം നമുക്ക് ചെയ്യണം. മാക്സിമം മടുക്കുന്നത് വരെ, മടുക്കുന്നതിൻ്റെ അപ്പുറത്ത് മടുക്കുന്നവർ, അതിൻ്റെ അപ്പുറം മടുക്കുന്നവർ ഇന്ന് ഓടണം. ഒരു വാമപ്പ് വേണ്ടേ? നമുക്കൊരു 5 മിനിറ്റ് വാക്ക് ചെയ്തതിന് ശേഷം പിന്നെ റൺ ചെയ്യും. ലെറ്റ്സ് ഗോ. ജസ്റ്റ് 120 കലോറി ആവാൻ പോകുന്നേ ഉള്ളൂ. പനി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പനി ഇല്ല ഇപ്പം, എന്നാലും പനി വന്നോട്ട് പോയോണ്ട് ഒരു എന്നത്തെയും പോലൊരു ഉഷാർ അങ്ങോട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് നമ്മളൊരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഓടിയപ്പോഴും ഞാൻ ശരിക്കും മാണ്ടുപോയി. ഇല്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഓടണം. കുറേ ദിവസമായില്ലേ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ 4 ഓടുന്നത്. ഇനി ബാക്ക് ടു നമുക്ക് 8 ഇട്ടിട്ട് നമുക്ക് മാക്സിമം ഓടാം. എൻ്റെ ശിവനേ, അയ്യോ നമ്മൾ കുറേ നാളെ ഓടാതിരുന്നിട്ട് ഗ്യാപ്പ് എടുത്ത് ഓടിയാൽ ഭയങ്കര പാടാണ് ഗൈസ്. ഒരു മിനിറ്റ് ശ്വാസം നിർത്തോട്ടെ. ഞാൻ ജസ്റ്റ് വെറും 200 കലോറി ബേൺ ചെയ്തോളൂ ഗൈസ്. എന്നിട്ടാണ് ഞാൻ ഇരുന്ന് അയക്കണം. 300-350 കലോറിയൊക്കെ ഈസി ആയിട്ട് ബേൺ ചെയ്യുന്ന ഞാനായിരുന്നു. പറ്റുന്നില്ലെന്ന്. മേ ബി പനിയായിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കുത്തിയൊക്കെ വെച്ചായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞോണ്ടായിരിക്കാം മേ ബി സ്റ്റാമിന എവിടെ നമുക്ക് ലോസ്റ്റായി. ഓക്കെ ഗൈസ്, 2 കോഫി കുടിക്കാൻ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു കുരുത്തക്കെട്ടവൻ എണീറ്റു. കുരുത്തക്കെട്ടവൻ എണീറ്റ്. ഹലോ ഗായ്സ്, എനിക്കും വേണം കുടുക്ക്. എനിക്ക് ഇനിയും വേണം. എന്റെ വൈകിട്ട് അണ്ടാവാ. എനിക്ക് ഇനിയും വേണം. അമ്പു നിന്റെ കുടുക്ക് എനിക്ക് തരുവോ? തരുവോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറ. നിന്റെ കുടുക്ക് എനിക്ക് തരുവോ? മീൻസ് കുറുക്കാട്ടോ. എന്റെ കുടുക്ക് തരുമോ എനിക്ക്? കുടുക്കല്ലടി കുറുക്ക്. ഞാൻ കുഞ്ഞിതാ. കുഞ്ഞിതാ ഗൈസ്.
നിന്റെ കുടുക്ക് തരുമോ എനിക്ക്? എൻ്റെ കുഞ്ഞിപ്പോൾ ഓക്കെ ആയി, ഫുൾ ഓൺ പവർ എനർജി. അയ്യോ തലേ കൈവയ്ക്കുന്നു. ഈ തന്തയെ കൊണ്ട് ഞാൻ തോറ്റെന്നാണ് നീ മനസ്സിൽ വിചാരിച്ചത് അല്ലേ? അല്ലേടാ നീ അല്ലേ? നീ അങ്ങനെയല്ലേ വിചാരിച്ചത്? ഈ അല്ലേ, ഈ തന്തയെ കൊണ്ട് ഞാൻ തോറ്റു എന്നല്ലേ നീ മനസ്സിൽ വിചാരിച്ചത്? അത് തന്നെ 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 എൻ്റെ പൊണ്ണ, അതിൻ്റെ പൊണ്ണ. നൈറ്റ് നമ്മൾ ഡാൻസ് കളിക്കാൻ പോകുന്നു. പാട്ടിട്ടാം എടി ഇത് ശ്രീലങ്കൻ പാട്ടാണ് അടി. ശ്രീലങ്കൻ പാട്ടാ ഇത്. ഇങ്ങനെയല്ലായിരുന്നു, സ്ലോ ഫേസിൽ പോകുന്ന ഒരു ആൽബം പാട്ടായിരുന്നു. DJ വെർഷൻ ആക്കിയതാ. ആക്കിയപ്പോ ഭയങ്കര ട്രെൻഡായി. മറ്റേ എന്റെ മൈൻഡ് മൊത്തം ഒരു വെള്ള അവിടുത്തെ ഒരു സാരി കല്യാണ പെണ്ണാന്ന് തോന്നുന്നു. ആ ഒരു കല്യാണ പെണ്ണ് കളിക്കുന്നതേ ഉള്ളത്. ഫീഡിലും അതേ വരത്തുള്ളൂ, മൈൻഡ് മൊത്തം അതായിരുന്നു. അപ്പൊ നമ്മള് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് റീൽ എടുക്കണം. ക്ഷീണിച്ച അടിപൊളിയായിരുന്നില്ലേ ഡാൻസ്? ഭയങ്കര ചൂട് ഇപ്പം. കിടിലായിരുന്നില്ലേ മൃദുലേ? അടിപൊളിയായിരുന്നു. അതിനിടെ കൂടെ അമ്പു നടന്നു കയറി ഒന്ന് കഴിച്ചതിന്റെ കൂടെ അടിപൊളിയായിരുന്നു. ഈ ചെറുകനിപ്പം സ്വർണ്ണം ഇട്ടോണ്ട് പുറത്തു വന്ന് വൻ റിസ്ക് ആട്ടോ. ഒരു വള ഊരി ബാ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതോട്ട് അമ്പു നമ്മളെ മടിയിലല്ലായിരിക്കും ഇരിക്കുന്നത്, തനേ ഇരുന്ന് തിന്നണം. മനസ്സിലായല്ലോ? ഫുഡ് സമയം അമ്മ തരും. ഇനി ഫുഡ് കഴിക്കുന്ന സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കത്തിനടുത്ത് മാറി പക്ഷേ ഈ സാധനം നമ്മള് ലുലു മോളിലോ വേറെടുത്തോ പോയി വാങ്ങുകയാണെങ്കിൽ ഷെയർ മാത്രല്ല, അത് ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ്. കഴിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണെങ്കിൽ അങ്ങനെ ചാരി കൊടുക്കുക. അത്രേ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി അല്ലേ? അത്രയ്ക്ക് ആഡംബരം വേണ്ട. ഇവനെല്ലാം പേടിയാണല്ലോ ഇപ്പം. എന്ത് പറ്റി ഗൈസ്? അതെന്താ ഗൈസ് അങ്ങനെ? അതാ ഞാനും അല്ലേ. അതെ നമ്മൾ ഗൈസ് ഇത് സെറ്റ് ചെയ്തിട്ട് വരാൻ കേട്ടോ, അതായിരിക്കും നല്ലത്. സെറ്റ് ചെയ്തിട്ട് കുറെ സാധനങ്ങളുണ്ട് സെറ്റ് ചെയ്യാൻ. ഇതെന്തോ അടി ഒരു ഏങ്കോണിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അനുസരണ ഇല്ലാണ്ട്. അങ്ങനെ നമ്മൾ ഇതേ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പൂട്ടന്റെ ഹൈ ചെയർ. പക്ഷെ ഒരു കാര്യം പറയാം, പൊക്കം കുറവ്. ഇത് പൊക്കമുണ്ട്. വീഡിയോയിൽ കാണിക്കുമ്പോൾ അവര് 4 രീതിയിൽ കുറയ്ക്കാനാ പറയുന്നത്. കംപ്ലീറ്റ്ലി താക്കാം, പിന്നെ ഇത് മാറ്റിയിട്ട് ഇത് മാത്രം വെക്കാം. 4 രീതി പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇത്ര പൊങ്ങും, ഇത്ര സൈസ് ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇൻസ്റ്റാൾമെന്റ് ഭയങ്കര പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, അത്ര എളുപ്പമല്ല. അത് സിമ്പിൾ ഇൻസ്റ്റാൾമെന്റ് വെക്കായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടത് ഈ ലോക്ക് കണ്ടോ, ഈ ലോക്കാണ് ഇതിന്റെ ലോക്ക് സിസ്റ്റം, വേറെ ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് വീഴുന്നില്ല. അത് എന്താണെന്തോ ഇവര് ഹോളിങ് കറക്റ്റ് അല്ല. അപ്പം അത് മാത്രമല്ല, ഇനി നമുക്കിനി പർട്ടിക്കുലർ കിട്ടിയ പ്രോഡക്റ്റ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഈ പ്രൈസിന് ഇത് വെർത്താ. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന്. ഇത് ഇളക്കി മാറ്റിക്കൊണ്ടേ കഴിയുക ഇതിലായാലും. അതുപോലെ ഈ സീറ്റും ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് ബെൽറ്റ് ഉണ്ട്. ഈ സീറ്റും അത്യാവശ്യം നല്ല ലെതർ ടൈപ്പ്, അഴുക്കായാലും നമുക്ക് വാഷബിൾ ആയിട്ടുള്ള സൈറ്റ്. കുഞ്ഞിനും നല്ല സോഫ്റ്റ് ആയിരിക്കും. കൊള്ളാം. പിന്നെ അവന്റെ ഇരിക്കാൻ വേണ്ടിട്ട് അവന് കാല് വെക്കാൻ വേണ്ടി ചെറിയൊരു സാധനങ്ങളുണ്ട്. പിന്നെ ഈ വീൽ എനിക്ക് മനസ്സിലായില്ല എന്തിനാന്ന്. വീൽ ഇവിടാണ് ഗൈസിന്റെ വീല് കണ്ടോ, ഇവിടാണ് ഇതിന്റെ വീൽ ഇരിക്കുന്നത്. പക്ഷെ മറ്റേതിന്റെയൊക്കെ ആ വീലിൽ ഒരു ലോക്ക് ഉണ്ട്, അപ്പൊ വീൽ അനങ്ങൂല. അങ്ങനത്തെ വീഡിയോ കാണാം. ഇത് വാങ്ങിക്കുമ്പോഴേ അതിന്റെ കൂടെ ഇരുന്ന് കഴിക്കാനുള്ള സാധനങ്ങളും കൂടെ വേണ്ടേ. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് കണ്ടോ അമ്പു? ഇത് അമ്പുവിന്റെ കപ്പ്, അനൂർജി കുടിക്കാൻ.
നീ എന്തൊക്കെ ഇതൊക്കെ എന്തിനാന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കും. സ്വന്തമായിട്ട് തിന്നാൻ. എടാ ഇത് ക്യൂട്ടാ, ഇത് റബ്ബർ അല്ലടാ, ഇത് റബ്ബർ ആണോന്ന് വെച്ചൊരു ഹാർഡ് മെറ്റീരിയല്, സിലിക്കൺ മെറ്റീരിയലിന്റെ ഒരു ഫോർക്ക്. ക്യൂട്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഓ ഇത് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. വെള്ളം ഇവിടെ വന്ന് കിടന്നോളൂ. ഇതൊന്നും ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ നിന്റെ അതിമോഹമാണ് ഉണ്ണി, അതിമോഹം. എനിക്ക് മോഹത്തിന് ഒന്നല്ലേ ഉള്ളൂ. താണ്ടേ ഓ അതിന്റെ തന്നെ സ്പൂണും ഉണ്ട് കേട്ടോ. സ്പൂണ് ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം. പിന്നെ മെയിൻ ഐറ്റം പ്ലേറ്റ്. ഓ ഇതിങ്ങനെ ഇത് സൂപ്പർ കേട്ടോ, നല്ല രസമുണ്ട്, ഭയങ്കര സാറ്റിസ്ഫൈ ഇല്ലേ. എന്തേന്നറിയോ, സ്ലൈം കണക്ക് ഒട്ടിയിരുന്നോളൂ. ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാ അവിടെ ഇരുന്നോളൂ. ഇതും സൂപ്പർ കേട്ടാ, ഇതും ഗ്ലാസ്. നോക്ക് ശരിയാട്ടാ, പിള്ളേരൊക്കെ തട്ടിയിട്ടാലും പൊട്ടൂലല്ലോ. പൊട്ടൂല, സിലിക്കണാ നല്ലത്. ദാണ്ട് ഇത് വരത്തില്ല. ഓ ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും ഒട്ടിച്ചു വെച്ചാ പിള്ളേര് പ്ലേറ്റ് തട്ടിയിട്ടാലും സാധനം പോവൂല. എന്തിനു വാങ്ങി നീ ഇത് എന്തിനു വാങ്ങി ഗൈസ്? അങ്ങനെ ഫൈനലി നമ്മൾ അമ്പൂര് ഇരുത്തി കേട്ടോ. അവന് പുതിയൊരു സാധനം കണ്ടിട്ട് ഒന്നാമത് അവന് പനി ആയതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുവാനോ മരുന്ന് കൊടുക്കുവാനോ അതൊക്കെ പേടിയാണ്. എടാ ഇപ്പൊ നമ്മൾ പിടിച്ചു വെച്ചല്ലേ മരുന്ന് കൊടുക്കുന്നേ, ഇപ്പൊ കൊണ്ടാടാ. ഇഷ്ടപ്പെട്ടോടാ? അയ്യോ അയ്യോ ഇനിയിപ്പോ ഇങ്ങനെ എടുത്ത് ഫുഡ് കൊടുക്കല്ലേ? അമ്മ ഇവിടെ ഉണ്ട്. ഫുഡ് കൊണ്ട് വെച്ചിട്ടേ അവന് ഇരുത്താൻ പറ്റൂ. ബെൽറ്റ് ഇട്ടില്ല, ബെൽറ്റ് കൂടെ ഇടാം. പേടിയാലും കുടിക്കുമില്ലയോന്ന്, പക്ഷെ കറക്റ്റ് ആയിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഫുഡൊന്നുമില്ലല്ലോ, ചോറോ വേറെ ഒന്നുമില്ലല്ലേ? ചോറ് കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്ത് അവൻ ആക്കും. ആ ചോറ് തിന്ന് ഒന്നും ചെയ്തില്ല. പിടിച്ചു വെച്ച് മരുന്ന് കൊടുക്കുന്നോണ്ടാണോ കയ്യും കാലും ഒക്കെ വെച്ചാൽ മരുന്ന് കൊടുക്കുന്നേ. അപ്പം സാധനം എന്തായാലും കൊള്ളാം. ഈ ഒരു പ്രൈസിന് ഈ സാധനം ഭയങ്കര വെർത്താണ്. അപ്പം ഈ ഒരു ചെയറും ഈ ഒരു ഐറ്റംസ് ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. അത് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതിന്റെ ലോക്ക് സിസ്റ്റം ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടും അത് ഇച്ചിരി പാടാണ് കേട്ടോ. നാളെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോണം. ടെസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം ഗൈസ്, ഓക്കെ? പ്രാർത്ഥിക്കണേ. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലുള്ള റെഡി കാണുന്നവരെ ബൈ.